ഇന്ന് രാവിലെ എനിക്കൊരു കോച്ചിങ് കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോച്ചിങ് കോൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഒരൊറ്റ കാര്യമാണ് ചിന്തിച്ചത്. അപ്പോൾ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ പണമല്ല പ്രശ്നം, സമയമാണ് പ്രശ്നം. ഞാൻ കോച്ചിങ് കോൾ എടുത്തത് ഒരു IT കൺസൾട്ടൻ്റ് ആയിട്ടാണ്. അപ്പം പുള്ളിക്കാരൻ എന്നോട് ഇങ്ങനെ പറയായിരുന്നു, നല്ല സാലറിയാണ്, നല്ല കരിയറാണ്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, പുള്ളിക്കാരന് ഒട്ടും സമയമില്ല. പിന്നെ ഡെഡ് ലൈൻസ് അല്ല, മീറ്റിംഗ്സ് ഉണ്ട്. അപ്പം പലയിടത്ത് ട്രാവൽ ചെയ്യണം. അപ്പം ഫാമിലി ആയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇല്ല എന്നാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്. ഈവൻ കോച്ചിങ് കോൾ പോലും 2 എടുക്കേണ്ടതായിട്ട് വന്നു. മീൻസ് 30 മിനിറ്റ്സ്. പുള്ളിക്കാരൻ ട്രാവലിംഗ് ആണ്, പിന്നെ നല്ല ബിസി ആയിരുന്നു. അദ്ദേഹം എന്നോട് പറയായിരുന്നു, കഴിഞ്ഞ 2 വർഷമായിട്ട് പുള്ളിക്കാരൻ പല കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു. ട്രേഡിങ് ചെയ്ത് നോക്കി, ക്രിപ്റ്റോ ചെയ്ത് നോക്കി, അതിൻ്റെ അകത്ത് നിന്നെല്ലാം പൈസ പോയി. അദ്ദേഹം എന്നോട് പറയായിരുന്നു, അദ്ദേഹം സെർച്ച് നിർത്തിയില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടത് കൂടുതൽ ജോലിയല്ല, കൂടുതൽ ഫ്രീഡം ആയിരുന്നു വേണ്ടത്. ഈ ഒരു ബിസിനസ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഇതിൻ്റെ അകത്ത്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും ട്രെയിനിങ് ഉണ്ട്, പിന്നെ മെൻറ്റർഷിപ്പും പിന്നെ കോച്ചിങ്ങും ഉണ്ട്, കമ്മ്യൂണിറ്റി സപ്പോർട്ടും ഉണ്ട്. മിക്കയിടത്തും ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ 1-2 മാസം ഇതൊക്കെ കാണുമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് മിക്ക ബിസിനസ്സിലും ആ സപ്പോർട്ടൊക്കെ തീരും. പക്ഷേ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ, ഈ ബിസിനസ് ചെയ്യുന്ന അത്രയും കാലവും നമുക്ക് ഇതിന് സപ്പോർട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്, അലക്സേ ടൈം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ദിവസം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 1 അവർ മാത്രം സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. അതും ത്രൂ ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങളിപ്പം എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണ്, ഇപ്പോൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ഈവൻ ഡ്രൈവിംഗ് ആണെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് പല വീഡിയോസ് ഉണ്ട് ട്രെയിനിങ്ങിൻ്റെ. അപ്പോൾ അത് ജസ്റ്റ് ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്കത് കേട്ടാൽ മതി, കേട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞിട്ട് അത് കണ്ട് മനസ്സിലാക്കി, അത് കേട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് എപ്പോഴാണോ നമ്മുടെ സമയം കിട്ടുന്ന ടൈമിൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇൻകം ഉണ്ട് പക്ഷേ സമയമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ, ഇതിൻ്റെ അകത്തൊരു ഫ്രീ വർക്ക്ഷോപ്പ് ഉണ്ട്, അതൊന്ന് കാണും. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു ട്രയൽ പീരീഡ് ഉണ്ട്, ഒരു 30 ഡേയ്സ് ട്രയൽ പീരീഡ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ പറ്റിയുള്ള എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ട്രയൽ പീരീഡിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് മൂവിങ് ഫോർവേഡ് ആണോ അല്ലയോ എന്ന്. മൂവിങ് ഫോർവേഡ് ആണെങ്കിൽ നിങ്ങൾ ഒരു കോച്ചിങ് കോൾ ബുക്ക് ചെയ്യാം. 1-to-1 ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഡയറക്റ്റ്ലി സൂം കോളിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ സിറ്റുവേഷൻസ് എങ്ങനെയാണ് തുടങ്ങാൻ പറ്റുന്നത്, ഓരോ കാര്യങ്ങളും ഇൻ ഡെപ്ത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു സെഷൻ. നിങ്ങൾക്ക് സമയമില്ല, പക്ഷേ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിലൂടെ ഒരു റിയൽ ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി ഒരു മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഇതിന് ഒരു കമൻറ്റ് ഇട്, ഇൻട്രസ്റ്റ് എന്ന്. അപ്പം ഞാൻ ഈ ബിസിനസ്സിനെ പറ്റിയുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ ഞാൻ അയച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാം, എങ്ങനെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.